കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഓക്കെ ദേവേട്ടാ, അടിപൊളി ദോശ ഒരു നിമിഷത്തിൽ ഉണ്ടാക്കി തരാം. എന്തെങ്കിലും ചെയ്യ്. യെസ്, ദേവേട്ടൻ എന്നോട് ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു. ജാനകി, എവിടെ ദോശമാവിരിക്കുന്നത്? അവിടെയുണ്ട്. വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. കിട്ടി കിട്ടി കിട്ടി. ഈ സന്തോഷവേളയിൽ ഒരു അടിപൊളി പാട്ട്. അമ്മാ, എന്റെ കൈ പൊള്ളിയേ. അയ്യോ, എന്തു പറ്റി? അമ്മാ, അയ്യോ, എന്തു പറ്റി മാളവികേ? കൈ പൊള്ളിപ്പോയി. അയ്യോ, പൊള്ളിയോ? അയ്യോടാ. ജാനകി, ചട്ടി ചൂടായിരിക്കാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാനതിന് ഈ ഭാഗത്തേക്ക് വന്നില്ലല്ലോ. ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ മാളവികയെ? ഓരോരുത്തരും ഇഷ്ടത്തിന് കയറി ഇറങ്ങുമ്പോ അവരുടെ സൗകര്യത്തിന് ഓരോന്ന് ചെയ്തു വെക്കുവേ. അതുകൊണ്ട് നമ്മൾ എന്നെ വേണേ സൂക്ഷിക്കാൻ. സൂക്ഷിച്ചു ചെയ്യട്ടാ. ദേവേട്ടാ, ദോശ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാട്ടോ. ആദ്യം കൈ പൊള്ളിക്കാതെ ദോശ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്ക്, എന്നിട്ട് ആലോചിക്കുക ഉണ്ടാക്കുന്നൊക്കെ. ആദ്യം നീ ആ സിറ്റുവേഷണൽ സോങ് ഇട്ടിട്ടില്ലേ, അത് നിർത്തിവെക്ക്. അത് ഓഫ് ചെയ്യ്. ഇതെന്ത് കുന്തം? കഴിച്ചിട്ട് പോണേ ദേവേട്ടാ. കഴിച്ചിട്ട് പോ ചേട്ടാ. കാലത്തൊന്നും കഴിച്ചില്ലെങ്കി വയറ് തൊട്ട് നെഞ്ച് വരെ നീറാൻ തുടങ്ങും.
എനിക്ക് പലവട്ടം അങ്ങനെ നേരിട്ടുള്ളതാ. ഞാൻ ചെന്ന് പുറത്തുനിന്ന് നല്ല തണുപ്പുള്ളത് എന്തെങ്കിലും കഴിക്കാം. ഇവിടുന്ന് കഴിച്ചാലേ കുഴപ്പമുള്ളൂ. വിനയാ, ഫയൽ എടുത്തോണ്ട് പോടാ. ജാനകി, കുറച്ച് ബർണോൾ എടുത്തു തരുമോ? എവിടെയാ ഇരിക്കുന്നേ? ഞാനത് എവിടെയെന്ന് നോക്കിട്ട് എടുത്തോണ്ട് വരാം. ഇവിടെ തന്നെ ഇരുന്നോ കേട്ടോ. ആ, അമ്മാ. മോളെ മാളവികേ, ഈ വളയൊന്ന് നോക്കി, നിനക്കിഷ്ടായോ? ഇതെന്തു പറ്റിയതാ മോളെ? ദോശച്ചട്ടി ചൂടായിരുന്നു, അറിയാതെ ഞാൻ അതീ കയറി പിടിച്ചു. കൈ മൊത്തം പൊള്ളി. എന്താ മോളെ, സൂക്ഷിക്കണ്ടായിരുന്നോ? ആ ബർണോളിങ്ങടുത്തെ. കല്യാണത്തിന് ഇനി 3 ദിവസമേ ഉള്ളൂ. ഇപ്പൊ കൈയും പൊളിച്ചോണ്ടിരുന്ന എങ്ങനെ? ഒന്ന് സൂക്ഷിച്ചൂടായിരുന്നു നിനക്ക്? ഈ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മായി? അതെന്താ മോളെ ഇപ്പൊ ഒരു സംശയം? അന്നേ കല്യാണത്തിന് മുമ്പ് നീ ഇങ്ങനെ ചോദിച്ചതാ, ആ കല്യാണം മുടങ്ങുകയും ചെയ്തു. പിന്നെയും അതേ ചോദ്യം എന്തിനാ? ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും ഈ കല്യാണം മുടങ്ങില്ല അമ്മായി. മുടങ്ങുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ കണ്ടതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ വൈദേഹി ഉണ്ടായിരുന്നതുകൊണ്ട് സംശയിക്കാൻ വകുപ്പുണ്ടായിരുന്നു. ഇപ്പോഴും എന്തിനാ മോളെ അതൊക്കെ? ഇപ്പോഴും വൈദേഹി ഉണ്ടല്ലോ അമ്മായി. വൈദേഹി ഉണ്ടെന്നോ? എവിടെയുണ്ടെന്ന്? ദേവേട്ടന്റെ മനസ്സില്. ഇല്ല മോള്, അവൻ അതൊക്കെ എന്നെ മറന്നു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ കല്യാണത്തിന് സമ്മതിച്ചേ. ഗ്രാൻഡായിട്ട് നടത്തണമെന്നും പറഞ്ഞു അവൻ. എന്തിനാ ദേവേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ ദേവേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും വൈദേഹി തന്നെയാ ഉള്ളത്. ഉറക്കത്തിൽ പോലും വൈദേഹിയുടെ പേരും പറഞ്ഞോണ്ടല്ലേ ഞെട്ടി എഴുന്നേക്കുന്നേ. പാതിരാത്രി മുറിയുടെ വാതിക്ക വന്ന് വൈദേഹി വന്നിരുന്നോന്ന് ചോദിക്കുന്നു. ഞാൻ ദേവേട്ടനോട് അടുക്കാൻ ശ്രമിക്കും തോറും അകന്നകന്നു പോവുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മായി ആഗ്രഹിക്കുന്ന പോലെ ഒരു സന്തതിയെ പ്രസവിക്കണമെങ്കിൽ വൈദേഹി ദേവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് മാത്രം മതിയാവില്ല. മനസ്സിൽ നിന്നും കൂടി അവളെ തുടച്ചു നീക്കണം. അല്ലെങ്കിൽ സന്തതിയുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത്തവണയും കല്യാണം നടക്കുമെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. വൈദേഹി, എനിക്കറിയാൻ പറ്റുന്നുണ്ട് വൈദേഹി, നീ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. എന്നെ ചുറ്റിപ്പറ്റി ഇവിടെയുണ്ട്.
എന്താണെന്നറിയില്ല വൈദേഹി. എന്റെ ഹൃദയമെടുപ്പ് ഇങ്ങനെ കൂടി വരുന്നത് ഈ 6 മാസങ്ങൾക്ക് ശേഷമാണ് വൈദേഹി. നിന്റെ പേരും പറഞ്ഞ ഉറക്കത്തിൽ നിന്ന് ഞെട്ടുണരുക. എന്റെ മുറിയിൽ വെച്ചിരുന്ന ആ ശ്രീരാമന്റെ വിഗ്രഹം ഇപ്പൊ അവിടെ കാണുന്നില്ല. അതിനർത്ഥം നീ ആ വീട്ടിലും വന്നിരുന്നു എന്നല്ലേ? വന്നിട്ട് എന്നെ കാണാതെ എന്തുകൊണ്ട് പോയി? വൈദേഹി, നീ എവിടെയാ വൈദേഹി? കാപ്പി എടുത്തോളൂ ചേട്ടാ. കാലത്ത് കാപ്പി കൊണ്ടുവന്നിട്ട് തരാതെ നീ എന്താ പറഞ്ഞ? ഇവളായിരുന്നോ? എന്നോടാണ് നിന്റെ കളിയല്ലേ? ഏയ് നിക്കേ, ഏയ് അവിടെ നിക്കേ. എന്റെ കയ്യിൽ നിന്ന് വിട്ടേ. വീട്ടിൽ എന്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെയായിരുന്നു നിന്റെ പ്രകടനം? അതിനുള്ള മറുപടി ഞാനിപ്പോ തരാം. നീ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നേ? ഞാനും അങ്ങോട്ട് തന്നെയാ. നീ കാറ് പോകുന്ന വഴിക്ക് സംസാരിക്കാം. ഞാനോ? ചേട്ടന്റെ കാറിലോ? ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. കല്യാണം കഴിക്കാൻ പോവല്ലേ? മോറപ്പെണ്ണിനെ അത് ഇഷ്ടപ്പെട്ട് അവളെയും കാറി കയറ്റിക്കൊണ്ട് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് പൊയ്ക്കോ. നീ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വരുന്ന എന്തിനാ? സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താന്ന് പറ. ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് കരുതി തെറ്റിദ്ധരിക്കണ്ട. എന്റെ ബുദ്ധിമുട്ട് നീ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നിന്റെ സംസാരം കേൾക്കുമ്പോ എങ്ങനെയുണ്ടെന്നറിയോ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് വാക്ക് തന്ന് പറ്റിച്ചിട്ട് ഞാൻ ആ മാളവികയെ കല്യാണം കഴിക്കാൻ പോവാൻ തോന്നും. ഈ സൂചി മോനയും വെച്ചുള്ള സംസാരേ മറ്റുള്ളവർ കേട്ടാലുണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് നിന്നെ ഞാൻ തേച്ചിട്ട് പോയെന്നേ പറയൂ. ഒരിക്കലും കല്യാണം കഴിച്ചതല്ലേടാ, പോരെ അത്. ഇനി എന്തിനാ കല്യാണം? വാ തുറന്ന് സംസാരിക്കേ. അല്ല ജാനകി, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. മാത്രമല്ല നമ്മൾ തമ്മിൽ പരിചയവും ഇല്ല. പിന്നെന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സത്യത്തില് എന്നെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാവോ? എന്തറിയാന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കും. അറിയണമെങ്കിൽ മനസാക്ഷിയോട് ചോദിക്കാനോ? ഇവിടെ പിന്നെ മൊന വെച്ച് ഓരോന്ന് സംസാരിക്കുകയാണല്ലോ. അതെ അതെ ജാനകി നിക്കേ. ദേവിട്ടാ, വഴി കൂടെ നടക്കുമ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണ്ടടാ പോകാൻ. അപ്പൊ നമ്മുടെ ജാനകി അതിലെ വന്നതുകൊണ്ട് മുറിവില് മരുന്ന് വെച്ച് കെട്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അല്ലെങ്കിൽ നീ തനിച്ചവിടെ എന്ത് ചെയ്യും? ഇവളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പാണെങ്കിൽ ഞാൻ ഇവളെ കണ്ടിട്ട് പോലുമില്ല. ഇതിപ്പോ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് തല്ലാൻ ചോറിലും കൊണ്ട് നടക്കുന്ന ടീച്ചറെ പോലെ ഉണ്ട്.
ഇതെങ്ങനെ പറ്റിയതാ മോനെ? നീ എന്തിനാ അവിടെ കാറ് നിർത്തിയത്? എന്തിനാ റോഡിൽ ഇറങ്ങി നിന്നത്? എന്താലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു? വേറെന്താ ആലോചിക്കാനാ അമ്മേ? വൈദേഹിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വേറെ വല്ല ലോകത്ത് നടക്കായിരുന്നിരിക്കും. അതല്ലേ ഉണ്ടായത് ദേവ. ആർക്കറിയാം, എനിക്കെന്തോ അങ്ങനെയല്ല തോന്നുന്നത്. എനിക്ക് കഥ മുഴുവനും അറിയില്ല. വന്ന് കണ്ട 2 ദിവസം കൊണ്ട് മനസ്സിലാക്കിയത് ഞാൻ പറയട്ടെ. ഉപേക്ഷിച്ചിട്ട് പോയ വൈദേഹിയെ കുറിച്ച് ആ ചേട്ടൻ ചിന്തിക്കുന്നൊന്നും ഉണ്ടാവില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന മാളുവിനെ കുറിച്ച് ചിന്തിച്ച് മതി മറന്ന് നടന്നതാവും. അതുകൊണ്ട് ഇനി തൊട്ട് ഈ ചേട്ടൻ എവിടേക്ക് പോയാലും മാളവികയും കൂടെ പോട്ടെന്നേ. കൂടെ ഉണ്ടാവുമ്പോ ചിന്തയുണ്ടാവില്ല. അപ്പൊ പിന്നെ ആക്സിഡന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാ. ആദ്യമായിട്ടാ ജാനകി ഒരു നല്ല കാര്യം പറഞ്ഞത്. ദേവ, മാളവിക റെഡിയാട്ടോ. എന്താ മാളവിക? നാളെ തൊട്ട് നീ എവിടേക്ക് പോയാലും മാളവികയും കൂടെ കൂട്ടിക്കോ കേട്ടോ. ശരിയാടാ, നിന്റെ മനസ്സും ചിന്തയും ഒന്നും നിന്റെ കൂടെ ഇല്ല ഇപ്പോ. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി തൊട്ട് ആരെങ്കിലും ഒരാൾ ഇവന്റെ കൂടെ ഉണ്ടാവണം. അമ്മ എന്തൊക്കെയാ പറയുന്നേ? നീ മറുത്തൊന്നും പറയണ്ട മോനെ. നീ പുറത്തു പോയി തിരികെ വരുന്നത് വരെ എനിക്ക് വെപ്രാളോ. ഇങ്ങനെ എപ്പോഴും പേടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും നിന്റെ കൂടെ ആരെങ്കിലും കൂട്ടിക്കൊള്ളണം. മാളവിക വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുമല്ലേ, അവളും കൂടെ വരട്ടെ. കൂടെ കൊണ്ടുപോ ചേട്ടാ. ആ പറച്ചിൽ എന്തോ പന്തികേടുണ്ടല്ലോ. എന്തിനാ ഇവളെന്നെ ഇങ്ങനെ കുത്തുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ല. ഇവളുടെ ഇന്റൻഷൻ എന്താണാവോ? ദേവമോനെ, നീ എണീറ്റ് മുറി പോടാ. ശരി, നീ അവിടെ നിന്നേ ദേവ. മാളു, നീയും അവന്റെ കൂടെ